Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഡിങ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടാവില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ പുഡിങ്ങിലേക്ക് യൂസ് ചെയ്യുന്ന പോലെ ജലാറ്റിനൊന്നും നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയാനും പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പുഡിങ് ട്രേ എത്രത്തോളം വലിപ്പമുണ്ടോ അതിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഇതേപോലെ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് ഓരോ ബ്രെഡ് പീസും ഇതേപോലെ 4 കട്ട് ചെയ്യാം. ഇതേപോലെ നമ്മളെടുത്ത ആ ഒരു 8 സ്ലൈസ് ബ്രെഡും ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഓരോ ബ്രെഡ് പീസും 4 മുറിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ബ്രെഡ് സ്ലൈസസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്കൊരു ബട്ടർ പീസ് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ബട്ടർ കയ്യിലില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ബ്രെഡ് 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പം ബ്രെഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരുപാട് സമയം ഫ്രൈ ആക്കിയിട്ട് കരിഞ്ഞു പോവരുത്. നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ആദ്യം ഇട്ട് കൊടുത്ത ഈ ഒരു ബ്രെഡ് പീസൊക്കെ റെഡിയായി നമ്മൾ പാനിൽ നിന്ന് മാറ്റിയാൽ പിന്നെ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പാന് തുടച്ചിട്ട് വേണം കേട്ടോ അടുത്ത ബ്രെഡ് പീസസൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും. ഇപ്പോൾ ഇതാ ബ്രെഡ് ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇൻഗ്രീഡിയൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറയാം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം 1/2 ലിറ്റർ പാല് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ പകുതിയാക്കി എടുത്താൽ മതി. അപ്പം പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാ അതേപോലെ കസ്റ്റേർഡ് പൗഡർ നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്തെടുത്താൽ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 6 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ ഇതേപോലെ പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പാല് നന്നായിട്ട് തിളച്ചാൽ ഫ്ലെയിം നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാൻ. കസ്റ്റേർഡ് മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാല് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിക്കായി വരും. അപ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ നമ്മൾ പാല് നന്നായിട്ട് തിളച്ച് വന്നാൽ ആദ്യം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാൻ. കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ടൈം കുക്ക് ചെയ്ത് നന്നായിട്ട് തിക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയാലും 1 മിനിറ്റ് ഈ ഒരു കസ്റ്റേർഡ് മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അടിഭാഗത്തെ ചൂടുകൊണ്ട് അടിഭാഗം അങ്ങനെ തിക്കാവും. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം പുഡിങ് സെറ്റ് ചെയ്യുന്ന ഒരു ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ആക്കി എടുത്ത ബ്രെഡ് പീസ് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പുഡിങ് ട്രേയിൽ ബ്രെഡ് പീസ് ഇതേപോലെ ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുത്താൽ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റേർഡ് മിക്സ് ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ചൂടാറാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചൂടോട് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ബ്രെഡ് ഇതിൽ നന്നായിട്ട് സോക്കായി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ അതിന് പകുതിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. കസ്റ്റേർഡ് മിക്സ് പകുതി ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം, പിസ്ത, കാഷ്യൂ ഇത്രയാണ്. അപ്പം ഇതന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ലെയറും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി ബ്രെഡ് പീസസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഒരു കസ്റ്റേർഡ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ബാക്കിയുള്ള കസ്റ്റേർഡ് പകുതിയാണല്ലോ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പം ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ബദാം, പിസ്ത, കാഷ്യൂ ഇത്ര അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ ഈ ഒരു ലെയറിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്താണെന്ന് ഞാൻ പറയാം. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതാ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇതാ പുഡിങ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിന് താഴെ വെച്ചാൽ മതി. 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് നന്നായിട്ട് തണുത്ത് സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് സമയം 2-3 മണിക്കൂറൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഈസി പുഡിങ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.